Hi students, next we are going to discuss Unit 3 or Block 2 of Value Education, that is Cultural Pluralism in Indian Society. Cultural pluralism. What is cultural pluralism? It describes a society where multiple cultures coexist and are valued equally. Just note the point. It describes a society where multiple cultures coexist and are valued equally. സോ ഒരു സൊസൈറ്റിയിൽ ഒന്നിലധികം കൾച്ചേഴ്സ് ഒരേ സമയം നിലനിൽക്കുകയും ആ കൾച്ചേഴ്സിനെല്ലാം ഈക്വൽ വാല്യൂ നൽകും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൾച്ചറൽ പ്ലൂറലിസം എന്ന് പറയാം. സോ ഇന്ത്യ ഈസ് എ കൺട്രി വിച്ച് different cultures are exist. So we can say that cultural pluralism is existed in Indian society. So Indian culture എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് കൾച്ചറൽ പ്ലൂറലിസത്തിന്. കാരണം എന്താണ്? അറ്റ് ദ സെയിം ടൈം നമ്മൾ പറഞ്ഞു യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണ് നമ്മുടെ പ്രത്യേകത. ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ടെങ്കിൽ കൂടി ഒരു യൂണിറ്റി നമുക്കുണ്ട്, ഇന്ത്യൻ കൾച്ചർ എന്ന് പറയാം. സോ ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു യൂണിറ്റി നമ്മുടെ കൾച്ചറിന് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളെല്ലാ കൾച്ചറിനും എന്ത് ലഭിക്കുന്നുണ്ട്? ഇന്ത്യയിൽ ഈക്വൽ ആക്സെപ്റ്റൻസ്, ഈക്വൽ വാല്യൂ ലഭിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കൾച്ചറൽ പ്ലൂറലിസം. അതായത് ഒരു സൊസൈറ്റിയിൽ ഒരേ സമയം ഒന്നിലധികം കൾച്ചേഴ്സ് നിലനിൽക്കുകയും ആ കൾച്ചേഴ്സിനെല്ലാം ഈക്വൽ വാലിഡിറ്റി ലഭിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൾച്ചറൽ പ്ലൂറലിസം എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ നമ്മൾ ഈ യൂണിറ്റിൽ കൾച്ചറൽ പ്ലൂറലിസത്തിനെ കുറിച്ച് തന്നെ പറയുന്നത്. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഏകദേശം 5000 years ഓൾഡ് കൾച്ചറാണ് അല്ലേ. നമുക്കിവിടെ ലാംഗ്വേജ് അതായത് നമ്മൾ ഒരു രാജ്യത്ത് ഇപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുക, എല്ലാവരും ഒരേ ഫുഡ് കഴിക്കുക, എല്ലാവരും ഒരേ കൾച്ചർ ഫോളോ ചെയ്യുക, എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ധരിക്കുക അല്ലേ. എല്ലാം ഒരുപോലെയാണ് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? ഒരു വെറൈറ്റി നമുക്ക് വളരെ ബോറിംഗ് ആയിട്ട് തോന്നും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൾച്ചറുകൾ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങൾ കാണുമ്പോൾ അതൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അത്രയും ലക്കിയാണ്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലക്കിയാണ്. കാരണം എന്താണ്? നമുക്ക് ഒരുപാട് കൾച്ചറും അവിടുത്തെ കാര്യങ്ങളും അതിൻ്റെ ഭാഗമാവാനും അല്ലേ, മറ്റുള്ള ഫെസ്റ്റിവൽസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും. നോർത്ത് ഇന്ത്യയിലെ ഫെസ്റ്റിവൽ നമ്മൾ സൗത്ത് ഇന്ത്യക്കാരെ നോക്കാറുണ്ട്. നമ്മുടെ കൾച്ചർ ഓണം അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. സോ നമ്മളെല്ലാ കൾച്ചറും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റുള്ള സ്റ്റേറ്റ്സിലെ കൾച്ചറും മറ്റുള്ള കാസ്റ്റിലെ കൾച്ചറും അവരുടെ ട്രഡീഷനും അവരുടെ ആചാരങ്ങളും അവരുടെ ഫങ്ഷൻസും കല്യാണങ്ങൾ അതിൽ പങ്കെടുക്കുന്നു അല്ലേ. എല്ലാ കാസ്റ്റിലും കല്യാണങ്ങളിലും നമ്മൾ പോയി പങ്കെടുക്കുന്നു. സോ നമ്മൾ ഡിഫറെൻറ്റ് ഫുഡ്, ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ഡ്രസ്സ് അല്ലേ. നോർത്ത് ഇന്ത്യൻ ഡ്രസ്സ് നമ്മൾ ധരിക്കുന്നുണ്ട്, സൗത്ത് ഇന്ത്യൻ ഡ്രസ്സ് അവർ ധരിക്കുന്നുണ്ട്. സോ അതൊക്കെ ഒരു നമ്മുടെ എന്ത് പറയാം, പ്ലൂറലിസം എന്ന് പറയാം, കൾച്ചറൽ പ്ലൂറലിസം. സോ അതുകൊണ്ട് നമ്മൾ ലക്കിയാണ്. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കൾച്ചറിനെ കുറിച്ച് അറിയാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ്, സിവിലൈസേഷൻ ആൻഡ് ഇന്ത്യൻ കൾച്ചർ. സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. അപ്പോൾ ഇന്ത്യയുടെ കൾച്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് കൾച്ചറാണ്. ഇറ്റ്സ് ഓൾഡസ്റ്റ് കൾച്ചർ ഇൻ ദ വേൾഡ്. സോ നമ്മുടെ മിഡ് ലെവൽ പീരീഡ് മുതൽ നമ്മൾ ഡൈവേഴ്സ് കൾച്ചറാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ എവറി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യക്ക് എല്ലാ സ്റ്റേറ്റും എവറി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്റ്റിങ്ക്റ്റ് കൾച്ചർ അല്ലേ. നമ്മുടെ ഓരോ സ്റ്റേറ്റിനും അതിൻ്റേതായ കൾച്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻ സ്പൈറ്റ് ഓഫ് മച്ച് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഇന്ത്യ ആർ ക്ലോസ്ലി ബൗണ്ട് ആൻഡ് ദ മേക്കേഴ്സ് ആർ ഗ്രേറ്റ് കൺട്രി. അപ്പോൾ നമുക്ക് ഒരുപാട് കൾച്ചർ ഉണ്ടെങ്കിലും ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. നമുക്ക് 5000 ഓൾഡ് സിവിലൈസേഷനാണ്. ഇന്ത്യൻ കൾച്ചർ ഹാസ് ബീൻ അഡോൺഡ് ബൈ മൈഗ്രേറ്റിംഗ് പോപ്പുലേഷൻ. സോ നമുക്ക് എങ്ങനെ ഇത്രയും 5000 വർഷം കാലപ്പഴക്കമുള്ള കൾച്ചറാണ്. നമ്മൾ മുന്നേ പറഞ്ഞു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. സോ എന്താണ്, നമുക്ക് ഫസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഇൻവേഷൻസ് വന്നിട്ടുണ്ട് അല്ലേ. അതായത് അവരുടെ എല്ലാം നമ്മുടെ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ സിവിലൈസേഷൻ ഇൻക്ലൂഡ്സ് ദ സിവിലൈസേഷൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ, വേദിക്, ആര്യൻ,
ബുദ്ധിസ്റ്റ്, ജെയിൻസ്, ഇൻഫ്ലുവൻസ് ഓഫ് ദ കൾച്ചേഴ്സ് ഓഫ് ഇൻവേഡേഴ്സ്. ഒരുപാട് ഇൻവേഡേഴ്സ് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ കൾച്ചർ നമ്മുടെ കൾച്ചറിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടൊരു യുണീക്ക് കൾച്ചറായിട്ട് നമ്മുടെ കൾച്ചർ മാറി. സോ ആരൊക്കെ വന്നു? കുഷാൻസ്, ഷാക്കാസ്, ഗ്രീക്സ്, ടർക്കോ അഫ്ഗാൻസ്, അഫ്ഗാൻസ്, ദ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾസ് ആൻഡ് ദ ബ്രിട്ടീഷ്. അതേപോലെ ഇറ്റ് ഈസ് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തിസം, സൂഫിസം. ഇങ്ങനെയെല്ലാം നമ്മുടെ കൾച്ചറിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ദെൻ കുഷാനാസ് അണ്ടർ കനിഷ്ക ഇൻട്രൊഡ്യൂസ്ഡ് ഗാന്ധാര സ്കൂൾ ഓഫ്, നമ്മൾ റിപ്പീറ്റഡ് ആണ്, ഗാന്ധാര സ്കൂൾ ഓഫ് പെയിൻറ്റിംഗ് ആണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹിന്ദിയാണ് നമ്മളൊരു മേജർ നമ്മൾ ഭാഷ, ഇന്ത്യൻ നാഷണൽ ലാംഗ്വേജ് ആയിട്ട് ഹിന്ദിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് സാൻസ്ക്രിറ്റിലത്തെ ലിപിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. സോ ആക്ച്വലി ഇത് ആര്യൻസ് ആണ് സാൻസ്ക്രിറ്റ് കൊണ്ടുവന്നത്. 3500 years എഗോ ആര്യൻസ് ആണ് ഈ പറയുന്ന സാൻസ്ക്രിറ്റ് ലാംഗ്വേജ് കൊണ്ടുവന്നത്. പിന്നെ പേർഷ്യൻ ലാംഗ്വേജ് മുഗൾസ് ആണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഉറുദു എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യൻ മിഷനറീസൊക്കെ വളരെയധികം ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സിവിലൈസേഷൻ ആൻഡ് കൾച്ചറിൽ പറയുന്നത്. നമ്മൾ മുന്നേ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ഹിന്ദി ആണ് നമ്മുടെ ലാംഗ്വേജ്. അതേപോലെ തന്നെ ആര്യൻസ് ആണ് ഹിന്ദി കൊണ്ടുവന്നത്. ഹിന്ദി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് നമ്മുടെ നാഷണൽ ലാംഗ്വേജ്. അത് സാൻസ്ക്രിറ്റ് നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. സാൻസ്ക്രിറ്റ് എന്ന് കൊണ്ടുവന്നത് ആര്യൻസ് ആണ്. പിന്നെ ക്രിസ്ത്യൻ മിഷനറീസ് അവരുടെ ക്രിസ്ത്യൻസിൻ്റെ ഒരുപാട് സ്കൂളുകൾ, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് ക്രിസ്ത്യൻ മിഷനറീസ്. അവർ ഒരുപാട് സ്കൂളുകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അവർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അടുത്ത പ്ലൂറാലിറ്റി ഓഫ് ഐഡൻറ്റിറ്റീസ്. ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവുക എന്ന് പറയില്ലേ. സോ നമുക്കിപ്പോൾ സാധാരണ നമ്മൾ ID കാർഡ് പറയാം, നമ്മുടെ അഡ്രസ്സ് നമ്മൾ, അതായത് ഇപ്പോൾ നിങ്ങൾ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ കേരള, സൗത്ത് ഇന്ത്യ. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ നമുക്ക് എന്താവും ഐഡൻറ്റിറ്റി ഉണ്ടാവുക? സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരള എന്ന് പറയും. അതർ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ എവിടുന്നാ? കേരളത്തിൽ നിന്ന് പറയും അല്ലേ. അതേപോലെ ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എന്താ പറയുക? എവിടെയാണ്? ഇന്ത്യയിലാണ്. സോ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരുപാട് വരും. സോ ഡിഫറെൻറ്റ് കൾച്ചറും ഡിഫറെൻറ്റ് ട്രഡീഷനും ഒക്കെ വന്നതുകൊണ്ട് തന്നെ പ്ലൂരാലിറ്റി ഓഫ് ഐഡൻറ്റിറ്റീസ് വരുന്നു. നമുക്ക് ഒരുപാട് ഐഡൻറ്റിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. സോ മൾട്ടി ഡൈമെൻഷൻ ഓഫ് ഐഡൻറ്റിറ്റി നമുക്കുണ്ടായിരിക്കും ഓരോ വ്യക്തിക്കും. അപ്പോൾ അതിൽ എക്സാമ്പിൾ ഒരു അമർത്യ സെൻ അറിയാലോ നമുക്ക്. അദ്ദേഹം നോബൽ പ്രൈസ് ലഭിച്ചതാണ് എക്കണോമിക്സിന്. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് രീതിയിൽ അദ്ദേഹം ബംഗാളിയായിട്ട് പറയാം, അദ്ദേഹം ഇന്ത്യൻ ആവാം, ഏഷ്യൻ ആവാം, ബംഗ്ലാദേശി ആൻസിസ്ട്രി ഉള്ള ആളാണ്, അമേരിക്കനാണ്, ബ്രിട്ടീഷ് റെസിഡൻ്റാണ്, എക്കണോമിസ്റ്റാണ്, ഫിലോസഫറാണ്, ഓതറാണ്, സാൻസ്ക്രിറ്റിസ്റ്റാണ്, സ്ട്രോങ് ബിലീവർ ഇൻ സെക്യുലറിസം, ഡെമോക്രസിയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ നമുക്ക് ഒരാളെക്കുറിച്ച്, നമ്മളെക്കുറിച്ചിട്ട് നമുക്ക് ഒരുപാട് പറയാം. സോ നമുക്ക് സൗത്ത് ഇന്ത്യയിലാണ് പറയാം, കേരളത്തിലാന്ന് പറയാം, ഇന്ത്യയെന്നാന്ന് പറയാം അല്ലേ, അങ്ങനെ ഏഷ്യയെന്നാന്ന് പറയാം. അങ്ങനെ ഒരുപാട് നമുക്ക് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. സോ അതുമാത്രം പ്ലൂരാലിറ്റി ഓഫ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. എ പേഴ്സൺ ക്യാൻ ബിലോങ്സ് ടു, സോ പ്ലൂരാലിറ്റി ഓഫ് ഐഡൻറ്റിറ്റി മീൻസ് എ പേഴ്സൺ ഹാസ് മൾട്ടിപ്പിൾ ഡൈമെൻഷൻ ഓഫ് ഐഡൻറ്റിറ്റി. ഒരു വ്യക്തിക്ക് ഒന്നിലധികം എന്തുണ്ടായിരിക്കും? ഐഡൻറ്റിറ്റീസ് ഉണ്ടായിരിക്കും. എ പേഴ്സൺ ക്യാൻ ബിലോങ്സ് ടു മെനി ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ ഒരേ സമയത്ത് തന്നെ ഒന്നിലധികം ഗ്രൂപ്പിൽ വരുന്നുണ്ട്. സോ അവിടെ അതിൽ വന്നിട്ടുള്ളത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അമ്മേനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സോ നമ്മുടെ വേറൊരു പ്രത്യേകത പറഞ്ഞിട്ടുള്ളത് ഒന്നിലധികം കൾച്ചർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഇന്ത്യൻ മദറിനെ കുറിച്ചാണ്. സോ ഇന്ത്യൻ കൾച്ചറിൽ മദേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് മലയാളി ആയിരിക്കാം, ക്രിസ്ത്യൻ ആയിരിക്കാം, മാരീഡ് ടു ഹിന്ദു ആയിരിക്കാം, ലിവിങ് ഇൻ ബംഗാൾ ആയിരിക്കാം. സോ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഐഡൻറ്റിറ്റി ഒരുപാടുണ്ടായിരിക്കും. പക്ഷേ ഷീ ഫോളോസ് ഇന്ത്യൻ ട്രഡീഷൻ. So every Indian mother follows Indian traditions. She will bring up her children according to the values of her family. ഇപ്പോൾ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ്. അപ്പോൾ ഓരോ മദേഴ്സും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവർ ജീവിച്ച ഇന്ത്യൻ കൾച്ചർ, അത് അവർ അമേരിക്കയിലാണ് അവർ ജീവിക്കുന്ന വെച്ചാലും ഏത് രാജ്യത്താണ് ജീവിക്കുന്നതും അവരുടെ കൾച്ചർ അവരുടെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതാണ് ഇന്ത്യൻ മദേഴ്സിൻ്റെ പ്രത്യേകത.
ഷീ വിൽ വാണ്ട് ദം ടു ബി ഓണസ്റ്റ് ലൈക്ക് യുധിഷ്ഠിർ ആൻഡ് ഇൻ മഹാഭാരതം. അതിൽ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നല്ല കാര്യങ്ങൾ അവരെ പ്രൊമോട്ട് ചെയ്യിക്കും. അതായത് സത്യം പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മഹാഭാരതത്തിലെ യുധിഷ്ഠിരനാണ്. അദ്ദേഹം ഒരിക്കലും നുണ പറയാറില്ല, സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് യുധിഷ്ഠിരൻ. അങ്ങനെ നമ്മുടെ കുട്ടികളിലെ സ്വഭാവം നന്നാക്കാൻ വേണ്ടിയിട്ട്, വാല്യൂസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അമ്മമാർ. അതേപോലെ തന്നെ ഷീ വിൽ എൻകറേജ് ഹർ ചിൽഡ്രൻ ടു റെസ്പെക്റ്റ് എൽഡേഴ്സ്. മുതിർന്നവരെ ബഹുമാനിക്കാൻ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഷീ വിൽ ആസ്ക് ദം ടു റെക്കഗ്നൈസ് ഗോഡ് വിത്തിൻ ആൾ ആസ് ദം ടു സേ നമസ്കാർ. അതായത് അവർ കുട്ടികളെ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ദൈവം എല്ലാവരിലും ഉണ്ട്. അതായത് അങ്ങനെ ഒരു കൾച്ചറാണ് ഇന്ത്യൻ കൾച്ചർ. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ നമസ്തേ നമസ്തേ നമസ്കാർ കൈ രണ്ടും കൂപ്പി തൊഴുതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും വിഷ് ചെയ്യുന്നത്. സോ അതാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്, നമസ്തേ അല്ലെങ്കിൽ നമസ്കാർ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ രണ്ട് കൈയും കൂപ്പുന്നുണ്ട്. നമ്മൾ ആ ദൈവത്തിൻ്റെ മുന്നിലാണ് എന്ത് ചെയ്യാറ്, സാധാരണ കൈ കൂപ്പുക. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിലും കൈ കൂപ്പുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, നമ്മളെല്ലാവരിലും ദൈവത്തിനെ കാണുന്നു എന്ന കോൺസെപ്റ്റാണ്. സോ നമ്മളെല്ലാവരിലും ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരെയും കാണുമ്പോൾ തൊഴുകുന്നത്. സോ നമസ്തേ എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറാണ്. നമുക്ക് കൊറോണയുടെ ടൈമിൽ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വിഷിങ് മെത്തേഡായിരുന്നു ഇന്ത്യയുടെ വിഷിങ് മെത്തേഡ്, അല്ലേ? നമ്മൾ ടച്ച് ബോഡി കോണ്ടാക്റ്റ് ഇല്ലാതെ എന്നാൽ നല്ല രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു അത്രയും റെസ്പെക്റ്റ് ഉള്ള ഒരു വിഷിങ് ആണ് ഇന്ത്യയുടെ വിഷിങ്, അല്ലേ? അതായത് നമസ്തേ അല്ലെങ്കിൽ നമസ്കാർ. ഷീ വിൽ ടീച്ച് ദം ക്ലീൻലിനെസ്, ഹൈജീൻ, എസ്പെഷ്യലി ഇൻ പ്രിപ്പയറിങ് ഫോർ പ്രേയേഴ്സ്. അതേപോലെ തന്നെ കുട്ടികളെ എല്ലാ ക്ലീൻലിനെസ്, വൃത്തി, അതേപോലെ ഹൈജീൻ, ഇതെല്ലാം അമ്മമാർ പഠിപ്പിച്ചു കൊടുക്കും. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. സോ അമ്മമാർക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഇന്ത്യൻ കൾച്ചറിലുണ്ട്. സോ എവിടെ പോയാലും എല്ലാ അമ്മമാരും എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യൻ കൾച്ചർ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇനി ടീച്ചേഴ്സിന് എന്തൊക്കെ ചെയ്യാം? ടീച്ചേഴ്സ് ക്യാൻ അസിസ്റ്റ് ദ ചിൽഡ്രൻ ഇൻ റെക്കഗ്നൈസിങ് ആൻഡ് ഡെവലപ്പിംഗ് ആൻ അവെയർനെസ് ഓഫ് ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ടു വിച്ച് ദ സ്റ്റുഡൻസ് മേ ബിലോങ്. അപ്പോൾ കുട്ടികൾക്കൊരു അവെയർനെസ് പ്രോഗ്രാം കൊടുക്കാം. ഇങ്ങനെ ഒരുപാട് കൾച്ചർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു അവെയർനെസ് പ്രോഗ്രാം കൊടുക്കാം. അപ്പോൾ അവർക്ക് ഇതേപോലെ എങ്ങനെ നമ്മുടെ ഡിഫറെൻറ്റ് വാല്യൂസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഗ്രൂപ്പിന് എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, യൂണിറ്റി ഓഫ് ഹ്യൂമൻ വാല്യൂസ്, അങ്ങനെ നമ്മുടെ ഒരു രാജ്യത്ത് എന്തെല്ലാം വാല്യൂസ് ഉണ്ട്, കൾച്ചേഴ്സ് ഉണ്ട് എന്നൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ഇത് സാധിക്കും. സ്റ്റുഡൻറ്റ് ഷുഡ് ബി മെയ്ഡ് അവെയർ ഓഫ് ദെയർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആസ് എ സ്റ്റുഡൻറ്റ് മെമ്പർ ഓഫ് ദ സ്കൂൾ ഓർ കോളേജ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാം. ഒരു സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മെമ്പർ ഓഫ് ഫാമിലി, ഒരു ഫാമിലി മെമ്പർ എന്ന രീതിയിൽ ആ കുട്ടികൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട്. കമ്മ്യൂണിറ്റി, സമൂഹത്തിലെ റിലീജിയസ്, ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്, ജിയോഗ്രഫിക്കൽ ഗ്രൂപ്പ്, റീജിയൻ വിത്ത് ഇറ്റ്സ് ഓൺ മ്യൂസിക്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. സോ അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തമുണ്ട്, അവരേതൊക്കെ മെമ്പേഴ്സിൽ പെടുന്ന ആൾക്കാരാണ്, ഏതൊക്കെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ് എന്നൊക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കാനും ഓരോ കൾച്ചറിൻ്റെയും പ്രത്യേകതയും ആർട്സ്, മ്യൂസിക്, ഇതെല്ലാം കുട്ടികൾ മനസ്സിലാക്കി കൊടുക്കാനും ടീച്ചേഴ്സ് ശ്രമിക്കണം. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു അവെയർനെസ് കൊടുക്കണം. ഈച്ച് ആസ്പെക്ട് ഷുഡ് ബി സെലിബ്രേറ്റഡ് ആൻഡ് അപ്രീഷിയേറ്റഡ് ത്രൂ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്. പിന്നെ പറഞ്ഞെന്താണ്, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, കുട്ടികൾക്ക് എല്ലാ കൾച്ചറിലെയും കാര്യങ്ങൾ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക, ആക്ടിവിറ്റീസ് കൊടുക്കുക, അത് സെലിബ്രേറ്റ് ചെയ്യപ്പെടുക. കൺസേർട്ട്, ഡ്രാമാസ്, ഡിസ്കഷൻ, പോസ്റ്റർ പ്രിപ്പറേഷൻ, ഇതൊക്കെ ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. അതേപോലെ ഇൻഫോർമൽ മ്യൂസിക് കോൺസേർട്ട് ഉണ്ടായിരിക്കും, പ്രോഗ്രാം ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ഡാൻസസ് ഉണ്ടായിരിക്കും. സ്റ്റുഡൻസ് ക്യാൻ ഹാവ് ബീൻ എക്സിബിഷൻസ് ഉണ്ടായിരിക്കും, ക്രാഫ്റ്റ്, കോസ്റ്റ്യൂംസിലൊക്കെ എക്സിബിഷൻ ഉണ്ടായിരിക്കും. ഇൻഫോർമൽ കൺസേർട്ട് ഓഫ് സോങ്സ് ഷുഡ് ബി ഓർഗനൈസ്ഡ്. സോങ്സ്, പാട്ടുകൾ, അതൊക്കെ ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഹൂ ആം ഐ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിന് ആൻസർ പറയുക. അങ്ങനെ ഫോർ ദീസ് ആൾ ഐഡൻറ്റിറ്റീസ് ടുഗദർ ക്രിയേറ്റ് എൻ ഇൻഡിവിജ്വൽ അലോങ് വിത്ത് ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. അപ്പോൾ നമുക്കൊരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് ലൈക്സ്, ഡിസ്ലൈക്സ്, വാല്യൂസ്, ബിലീഫ്, ഇതൊക്കെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ
സാധിക്കും. സോ അതാണ് നമ്മുടെ കൾച്ചറൽ പ്ലൂറലിസത്തിൽ പറയുന്നത്. സോ അതിൽ മെയിനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട്, അതിനൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അടുത്തത് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആൻഡ് ദ റിച്ച്നെസ് ഓഫ് ഇന്ത്യ. കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ പറഞ്ഞു ദ കൾച്ചർ ഓഫ് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കൾച്ചർ. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് അറിയാൻ സാധിക്കും? ഡാൻസ്, ലാംഗ്വേജ്, റിലീജിയൻസ്, പീപ്പിൾ, കസ്റ്റം, ഫെസ്റ്റിവൽസ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കൾച്ചറിലെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, നമ്മുടെ പെരുമാറ്റം, അതൊക്കെയാണ് ഒരു കൾച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് വരുന്നത്. നമ്മൾ മോഡേൺ മീൻസ് ഓഫ് ലിവിങ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, മോഡേൺ ലൈഫ് സ്റ്റൈൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാല്യൂസും ബിലീഫ്സും ഒക്കെ നമ്മുടെ എന്ത് തന്നെ ആയിരിക്കും? അൺചേഞ്ച്ഡ് ആയിരിക്കും. നമ്മൾ എന്തെല്ലാം മോഡേൺ ആയിട്ട് മാറിയാലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ കൾച്ചർ ഉണ്ടായിരിക്കും. സോ ഇതൊരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ്. ത്രൂ ഔട്ട് ദ കൺട്രിയിൽ വരുന്നൊരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ പ്രത്യേകതയാണ്. അതേപോലെ ഇങ്ങനെ ഒരു ഇന്ത്യൻ കൾച്ചർ പോലൊരു കൾച്ചർ ലോകത്ത് എവിടെയും ഇല്ല അല്ലേ? എത്രയും അധികം കൾച്ചർ, അതിലൊരു യൂണിറ്റി ഉള്ള ഒരു രാജ്യം മറ്റൊരു സ്ഥലത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറയുന്നതും വളരെ വൈഡാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ റിലീജിയനും ഇന്ത്യയിലാണ്. ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതങ്ങളെല്ലാം ഇന്ത്യയിൽ വരുന്നുണ്ട്. അതേപോലെ ഏറ്റവും ഒരുപാട് സ്റ്റൈൽസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഫെസ്റ്റിവൽസിൻ്റെ ആയാലും ഒക്കെ, കളർ, എന്തൂസിയാസ്റ്റം, പ്രേയേഴ്സ്, റിച്വൽസ്, മ്യൂസിക്, ഫോക്ക്, പോപ്പുലർ, ഇതെല്ലാം ഇന്ത്യയുടെ പ്രത്യേകതയാണ്. എല്ലാ വെറൈറ്റീസും ഇന്ത്യയുടെ കൾച്ചറിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെല്ലാം ഡിഫറൻസസ് കൾച്ചറിലും ഇതിലൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു കോമൺ ഐഡൻറ്റിറ്റി ഉണ്ട്, ദാറ്റ് ഈസ് ഇന്ത്യൻ കൾച്ചർ. അതേപോലെ നമ്മൾ എങ്ങനെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു? ഇന്ത്യൻ മ്യൂസിക്, ഇന്ത്യൻ ഡാൻസ്, ഇന്ത്യൻ സിനിമ, ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ക്യൂസിൻ, ഇന്ത്യൻ ഫുഡ്, അതേപോലെ ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ, ഇങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോമൺ ഐഡൻറ്റിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു കോപ്പറേഷനും ഇതൊക്കെ കാണുന്നത്. സോ ബെറ്റർ വേൾഡ്, സോ ദിസ് മെസ്സേജ് ഓഫ് മേക്കിംഗ് ദിസ് വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലിവിങ്. നമ്മൾ ലോകത്തിനൊരു മെസ്സേജാണ് നൽകുന്നത്. ഏറ്റവും നല്ലൊരു നമുക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു രാജ്യമാണ് ഇന്ത്യ എന്നൊരു മെസ്സേജാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. കാരണം ഇത്രയും ഡിഫറെൻ്റ് ആയ കൾച്ചർ ഉണ്ടായിട്ടും നമ്മൾ യൂണിറ്റിയോട് കൂടിയിട്ട് ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. Next topic, cultural pluralism in India, that will be discussed in next video. Okay, thank you. So this chapter is also discussed earlier, only few points are repeated. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ ചാപ്റ്ററിലെ കാര്യങ്ങളെല്ലാം. ചെറിയ 1-2 പോയിൻറ്റ്സ് ആണ് നമുക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ. ഓക്കെ, താങ്ക് യു.